പ്രണയമഴ നനയാതെ. രാവിലെ 8 മണിയോടെ തന്നെ കൊച്ചിയുടെ സിറ്റി ട്രാഫിക് അതിന്റെ പരമാവധി രൂക്ഷതയിലേക്കെത്തിയിരുന്നു. മഴ പെയ്തു തോർന്ന റോഡിലെ കുഴികളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വണ്ടികളുടെ ടയറുകൾ തട്ടി ചളി തെറിക്കുന്നുണ്ട്. കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് ഇടയ്ക്കിടെ വീഴുന്ന ചെറിയ മഴത്തുള്ളികളെ വൈപ്പർ ഇടത്തോട്ടും വലത്തോട്ടും നീക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. മൈഥിലി സ്റ്റിയറിംഗിൽ അമർത്തിപ്പിടിച്ച കൈകളിലേക്ക് ഒന്നുകൂടി നോക്കി. വിരലുകളിലെ നഖം ചെറുതായി കടിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയോ മനസ്സിലെ ഒരുവിധം വല്ലാത്തൊരു പരിഭ്രമം നിറയുവോ അപ്പോഴൊക്കെ കാണിക്കുന്ന പഴയൊരു ശീലമാണ്. കാറിന്റെ ഡാഷ്ബോർഡിൽ ഇരിക്കുന്ന ഡിജിറ്റൽ ക്ലോക്കിലേക്ക് അവൾ കണ്ണോടിച്ചു. സമയം 8:45. 9 മണിക്ക് മുന്നേ അവൾക്ക് എറണാകുളം MG റോട്ടിലെ റോയൽ ഗ്രൂപ്പ് ഓഫ് ഡിസൈൻ എന്ന മൾട്ടിനാഷണൽ ആർക്കിടെക്ചർ കമ്പനിയുടെ ഓഫീസിലെത്തണം. ഇന്നാണ് ആദ്യ ദിവസം. വർഷങ്ങളായുള്ള അധ്വാനവും ഉറക്കമറ്റ രാത്രികളുമാണ് ഇന്നത്തെ ഈ കാത്തിരിപ്പിലേക്ക് അവളെ എത്തിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും ആർക്കിടെക്ചറിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയപ്പോൾ സ്വന്തം നഗരത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളെ ഭാഗമാക്കുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. അതിലേക്ക് തുറക്കപ്പെട്ട വാതിലാണ് റോയൽ ഗ്രൂപ്പ്. എന്നാൽ ആ വാതിലിനപ്പുറം എന്താണ് തന്നെ കാത്തിരിക്കുന്നത് എന്നൊരു വ്യക്തിഗത അവൾക്കുണ്ടായിരുന്നില്ല. 5 മിനിറ്റുകൾക്ക് ശേഷം മൈഥിലി കാർ റോയൽ ഗ്രൂപ്പിന്റെ വിശാലമായ പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിച്ചു. 16 നിലകളുള്ള ഗ്ലാസ് മന്ദിരം. രാവിലത്തെ വെയിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ് ജനലുകളിൽ നീലാകാശത്തിന്റെയും മേഘങ്ങളുടെയും പ്രതിബിംബങ്ങൾ വെട്ടിത്തിളങ്ങി. കാറിൽ നിന്നിറങ്ങി തന്റെ ലാപ്ടോപ്പ് ബാഗ് തോളിലിട്ട് അവൾ അകത്തേക്ക് നിന്നു. ലിഫ്റ്റിൽ നിന്നും 8ാം നിലയിലെത്തിയപ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷത്തെ ഭംഗിയും ശാന്തതയും അവളെ ആകർഷിച്ചു. തടിയിലും ഗ്ലാസിലും തീർത്ത വിശാലമായ ഇന്റീരിയർ, മങ്ങിയ വെളിച്ചം തരുന്ന വാം ലൈറ്റുകൾ, ഇൻഡോർ ചെടികളുടെ പച്ചപ്പ്. ഒരു ഡിസൈനറുടെ കണ്ണുകൾക്ക് അതൊരു മനോഹരമായ അനുഭവമായിരുന്നു. മിസ് മൈഥിലി അല്ലേ? സ്വീകരണ മുറിയിൽ ഇരുന്നിരുന്ന പെൺകുട്ടി പുഞ്ചിരിയോടെ ചോദിച്ചു. അതെ, ഞാനാണ് മൈഥിലി. MD നിങ്ങളെ കാത്തിരിക്കുകയാണ്. അസിസ്റ്റന്റ് ആർക്കിടെക്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് അറിയാം. ആദ്യത്തെ 2 ഇന്റർവ്യൂ മാഡം കഴിഞ്ഞ മാസം അറ്റൻഡ് ചെയ്തതാണല്ലോ. പക്ഷേ ഫൈനൽ അപ്രൂവൽ MD ദേവ് സാറിന്റെ കൈകളിൽ നിന്നാണ്. കം ദിസ് വേ. അവൾ മുന്നോട്ട് നടന്നു. മൈഥിലി അവളുടെ പിന്നാലെ എത്തുമ്പോൾ ഹൃദയമിടിപ്പ് അല്പം കൂടി വേഗത്തിലാകുന്നത് അവൾ അറിഞ്ഞു. തടി കൊണ്ടുണ്ടാക്കിയ വിശാലമായൊരു വലിയ ഡോറിന് മുന്നിൽ അവൾ നിന്നു. വാതിൽ ചെറിയ അക്ഷരത്താൽ കൊത്തി എഴുതിയിരിക്കുന്നത് കണ്ടു. ദേവ് നിരഞ്ജൻ, മാനേജിംഗ് ഡയറക്ടർ. പെൺകുട്ടി വാതിൽ ചെറുതായി നോക്ക് ചെയ്തു. കമ്മിങ്. അകത്തു നിന്നും കേട്ട ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഗൗരവമുള്ള എന്നാൽ വളരെ ശക്തമായൊരു ശബ്ദം. കേൾക്കുന്ന ഏതാൾക്കും ആ ശബ്ദത്തിന്റെ കടുപ്പം മനസ്സിലാകും. വാതിൽ തുറന്ന് മൈഥിലി അകത്തേക്ക് ചുവടുവെച്ചു. ചുറ്റും പുസ്തകങ്ങളും വലിയ പ്രൊജക്ട് പ്ലാനുകളും നിറഞ്ഞ മുറി. മുറിയുടെ ഒരറ്റത്ത് വലിയൊരു ഗ്ലാസ് വിൻഡോയ്ക്ക് അഭിമുഖമായി ഒരു കസാരയിലിരുന്ന് ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾ. കറുത്ത ഫോർമൽ ഷർട്ടും റോൾ ചെയ്തു വെച്ച കൈകളും. പകുതി തിരിഞ്ഞിരിക്കുന്ന അയാളുടെ മുഖത്തിന്റെ പ്രൊഫൈൽ മാത്രമാണ് മൈഥിലിക്ക് കാണാൻ കഴിഞ്ഞത്. തന്റെ ബാഗ് കയ്യിൽ മുറുകെ പിടിച്ച് അവൾ മുന്നിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സർ, മൈഥിലി ചെറുതായി തൊണ്ട നനച്ചു പറഞ്ഞു. ആ ശബ്ദം കേട്ടതും ലാപ്ടോപ്പിൽ നിന്നും ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന വിരലുകൾ പെട്ടെന്ന് ചലനം നിർത്തി. അയാൾ പെട്ടെന്ന് കസാരയിലേക്ക് തിരഞ്ഞിരുന്നു. മൈഥിലിയുടെ ശ്വാസം ഒരു നിമിഷം തൊണ്ടയിൽ കുടുങ്ങിപ്പോയിരുന്നു. തനിക്ക് മുന്നിലിരിക്കുന്നത് വെറുമൊരു MD ആയിരുന്നില്ല. ആ കട്ടികൂടിയ പുരുകങ്ങളും മൂർച്ചയേറിയ കണ്ണുകളും താടിരോമങ്ങൾക്കിടയിലൂടെ തെളിയുന്ന തനതായ താടിയെല്ലും. ആ മുഖം അവൾക്ക് അപരിചിതമായിരുന്നില്ല, ഒട്ടും അപരിചിതമായിരുന്നില്ല. ദേവ്. അവൾ അറിയാതെ തന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. എന്നാൽ ദേവിന്റെ മുഖത്ത് യാതൊരുവിധ അത്ഭുതത്തിന്റെയോ സന്തോഷത്തിന്റെയോ ഭാവങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം ആ കണ്ണുകളിൽ തണുത്തുറഞ്ഞ ഒരു മരവിപ്പും അതിലുപരി വല്ലാത്തൊരു ദേഷ്യവുമാണ് അവൾ കണ്ടത്. അയാൾ സാവധാനം സീറ്റിൽ നിന്നും എഴുന്നേറ്റു. 6 അടിയിലധികം ഉയരമുള്ള അയാൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മൈഥിലിക്ക് താൻ വളരെ ചെറുതായതുപോലെ തോന്നി. അയാൾ മേശപ്പുറത്ത് കൈകൾ അമർത്തി ഊന്നി അവളെ ഒന്ന് നോക്കി. ഇവിടെ എല്ലാവരും എന്നെ സാർ എന്നാണ് വിളിക്കുന്നത്, മിസ് മൈഥിലി. ഓരോ വാക്കും അയാൾ വളരെ പതുക്കെ എന്നാൽ ഒരു മുറിവേൽപ്പിക്കുന്ന മൂർച്ചയോടെയാണ് പറഞ്ഞത്. മൈഥിലിയുടെ നെഞ്ചിൽ എന്തോ ഒന്ന് വന്നു തറച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അത്രയധികം അടുപ്പത്തോടെ താൻ വിടാതെ വിളിച്ചിരുന്ന പേര് അയാളുടെ വാസസ്ഥലത്ത് വെച്ച് വിളിച്ചപ്പോൾ അന്യമായതുപോലെ.
സോറി സാർ, അവൾ പണിപ്പെട്ട് പറഞ്ഞു. ദേവ് തന്റെ മുന്നിലിരുന്ന ഫയൽ എടുത്ത് മറിച്ചു നോക്കാൻ തുടങ്ങി. അവൻ അവളെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ പേജുകൾ ഓരോന്നായി മറിച്ചു. നിന്റെ മിസ് മൈഥിലിയുടെ ക്വാളിഫിക്കേഷനും പോർട്ട്ഫോളിയോയും ഞാൻ കണ്ടു. ബാംഗ്ലൂർ ക്രിസ്റ്റ് സർവകലാശാലയിൽ നിന്നുമാണോ ഗോൾഡ് മെഡൽ? ഡിസൈനിങ്ങിൽ നല്ല കഴിവുണ്ടെന്ന് നിന്റെ പ്രൊജക്റ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ അവൻ ഫയൽ അടച്ചുവെച്ചു. ആ ശബ്ദം മുറിയിലാകെ മുഴങ്ങി. എൻ്റെ കമ്പനിയിൽ പ്രൊഫഷണലിസത്തിനാണ് 1-ാം സ്ഥാനം. ഇവിടെ വ്യക്തിപരമായ ബന്ധങ്ങൾക്കോ ഭൂതകാലത്തിലോ അനാവശ്യ പരിചയങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല. വാതിലിനപ്പുറത്ത് നീ ആരാണെങ്കിലും ഈ മുറിക്കകത്ത് നീ വെറും ഒരു ജൂനിയർ എംപ്ലോയി മാത്രമാണ്. മനസ്സിലായോ? മൈഥിലി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ എന്തൊക്കെയോ കത്തുന്നുണ്ടായിരുന്നു. തന്നോടുള്ള കടുത്ത വെറുപ്പാണോ അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും വേദനയാണോ എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എങ്കിലും തന്റെ അന്തസ്സ് വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും സാർ. ഞാനിവിടെ വന്നത് എന്റെ താല്പര്യവും കഴിവും കൊണ്ടാണ്, അല്ലാതെ ആരുടെയും ദയയോ ആനുകൂല്യമോ പ്രതീക്ഷിച്ചല്ല. ദേവിന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. നല്ലത്, അത് അവസാന നിമിഷം വരെ മനസ്സിലുണ്ടായാൽ മതി. അവൻ അടുത്തുള്ള ഇന്റർകോം എടുത്ത് ബട്ടൺ അമർത്തി. സ്യൂസൻ, മിസ് മൈഥിലിയെ സീനിയർ ആർക്കിടെക്ടർ ഹരീഷിന്റെ ക്യാബിലേക്ക് കൊണ്ടുപോകൂ. അവൾ ഇന്ന് മുതൽ ആർക്കോഡ് പ്രൊജക്ടറിൽ വർക്ക് ചെയ്യും. ഫോൺ വെച്ച ശേഷം അവൻ വീണ്ടും തന്റെ ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു. മൈഥിലിക്ക് അവിടെ തുടർന്നു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അവൾ സാവധാനം തിരിഞ്ഞു നടന്നു. വാതിലിന്റെ ഹാൻഡിൽ പിടിച്ച് അത് തുറക്കാൻ തുനിയുമ്പോൾ പിന്നിൽ നിന്നും ദേവിന്റെ ശബ്ദം വീണ്ടും കേട്ടു. മൈഥിലി! അവൾ തിരിഞ്ഞു നോക്കി. അവൻ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു. ഈ നഗരം പണ്ട് നീ ഉപേക്ഷിച്ചു പോയതുപോലെയല്ല. ഇവിടെ ഓരോ തെറ്റിനും വലിയ വില കൊടുക്കേണ്ടി വരും. മൈഥിലി ഒന്നും പറഞ്ഞില്ല. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. വാതിലടയുന്ന ശബ്ദം കേട്ട ശേഷമാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഈ ഭാരം എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ദേവ് നിരഞ്ജൻ 5 വർഷങ്ങൾക്ക് മുമ്പ് താൻ നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ കണ്ണുകൾ നനവോടെ നോക്കി നിന്നവനെ ആ പഴയ 19-കാരൻ പയ്യനല്ല ഇത്. ഇത് തികച്ചും അപരിചിതമായ കഠിനമായ മനസ്സുള്ള മറ്റൊരാളാണ്. അവൻ മാറിയിരിക്കുന്നു പൂർണ്ണമായും. സീനിയർ ആർക്കിടെക്ചർ ഹരീഷിന്റെ കീഴിലായിരുന്നു മൈഥിലിയുടെ ജോലി. 4 പേരുള്ള ഒരു ചെറിയ ഗ്രൂപ്പ്. കൊച്ചി നഗരമധ്യത്തിൽ ഉയരുന്ന ദി ആർക്കോഡ് എന്ന ആഡംബര റെസിഡൻഷ്യൽ ടവറിന്റെ ഇന്റീരിയർ ഡിസൈനിങ് ആയിരുന്നു അവരുടെ പ്രധാന പ്രൊജക്ട്. ഹരീഷ് വളരെ സൗമ്യനായ ഒരു മധ്യവയസ്കനായിരുന്നു. ആദ്യ ദിവസം തന്നെ അയാൾ പ്രൊജക്ടിന്റെ വിശദാംശങ്ങൾ അവൾക്ക് നൽകി. മൈഥിലി, ഇത് റോയൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ പ്രൊജക്ടുകളിൽ ഒന്നാണ്. MD നേരിട്ടാണ് ഇതിന്റെ ഓരോ പുരോഗതിയും വിലയിരുത്തുന്നത്. സോ മിസ്റ്റേക്കിന് യാതൊരു സ്കോപ്പും ഇല്ല. ഹരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഐ വിൽ ഡു മൈ ബെസ്റ്റ് സാർ. മൈഥിലി ഉറപ്പോടെ പറഞ്ഞു. പകൽ മുഴുവൻ അവൾ ജോലികളിൽ മുഴുകി. ഡിസൈനുകൾ പഠിക്കുന്നതിനും സ്കെച്ചുകൾ പരിശോധിക്കുന്നതിനുമിടയിൽ സമയം പോകുന്നതറിഞ്ഞതേയില്ല. എങ്കിലും ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ തനിയെ ഹാളിലേക്ക്, ഗ്ലാസ് ഭിത്തിയിൽ അപ്പുറത്തുള്ള ആ വലിയ ഓഫീസിലേക്ക് പോയിരുന്നു. അവിടെ തന്റെ വലിയ മേശയ്ക്കിപ്പുറം ഫയലുകളിൽ മുഴുകിയിരിക്കുന്ന ദേവിനെ അവൾ കണ്ടു. ഇടയ്ക്ക് ഫോണിൽ കോപത്തോടെ സംസാരിക്കുന്നതും മീറ്റിംഗുകൾ കടുപ്പത്തിൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നതും അവൾ ദൂരത്തു നിന്നും വീക്ഷിച്ചു. ഉച്ചകഴിഞ്ഞ് ചായ കുടിക്കാനായി കഫറ്റേരിയയിൽ ഇരിക്കുമ്പോൾ സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്വേത അവളോട് ചോദിച്ചു. മൈഥിലി, സാറിനെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ആരെ? MDയെയോ? മൈഥിലി ചായക്കപ്പ് കയ്യിലെടുത്തു. അതെ, ദേവ് നിരഞ്ജൻ. പുള്ളി ഭയങ്കര മൂടിയാണ് കേട്ടോ. വിരലിൽ എണ്ണാവുന്ന ആളുകളോട് മാത്രമേ ആവശ്യത്തിന് സംസാരിക്കൂ. പക്ഷേ പുള്ളിയുടെ വിഷൻ വേറെ റേഞ്ചാണ്. ഈ 3 കൊല്ലത്തിലാണ് കമ്പനി 10 ഇരട്ടി വലിപ്പത്തിലേക്ക് പുള്ളി വളർത്തിയത്. ബട്ട് ആരും പുള്ളിയോട് അടുത്തുപോയി വെറുതെ തമാശ പറയുകയൊന്നുമില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെയോ? മൈഥിലി വെറുതെ മൂളി. പക്ഷേ ഒരു കാര്യമുണ്ട്, ശ്വേത ശബ്ദം താഴ്ത്തി പറഞ്ഞു. പുള്ളിക്ക് എന്തോ ഒരു ഭൂതകാലമുണ്ട്. എപ്പോഴും ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു രീതിയുണ്ട്. സങ്കടമാണോ ദേഷ്യമാണോ എന്നൊന്നും മനസ്സിലാകില്ല. മൈഥിലി ഒന്നും മിണ്ടിയില്ല. ആ ഭൂതകാലത്തിന്റെ ഒരു ചെറിയ ഏട് തനിക്കും അറിയാമെന്ന് അവൾ ആരോടും പറഞ്ഞില്ല. പഴയ ഓർമ്മകൾ അവളെ മനസ്സിലേക്ക് വീണ്ടും ഇരച്ചു കയറി. സ്കൂൾ കാലഘട്ടത്തിലെ അവസാന വർഷം കസിൻസിന്റെ കൂടെ തറവാട്ടിൽ പോയപ്പോഴാണ് ദേവിനെ ആദ്യമായി കാണുന്നത്.
അയൽപ്പക്കത്തെ വീട്ടിലെ ചെറുക്കൻ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, തമാശകൾ പറയുന്ന, ആരെയും എപ്പോഴും സഹായിക്കാൻ തയ്യാറുള്ള ദേവ്. അവർ തമ്മിൽ എപ്പോഴാണ് അടുത്തത്? ഒരു മഴക്കാലത്തായിരുന്നു അത്. വയൽവരമ്പിലൂടെ നടക്കുമ്പോൾ കുടകാറ്റിൽ പറന്നുപോയതും ഇരുവരും നനഞ്ഞ് കുതിർന്ന് ഒരു പഴയ അമ്പലത്തിലേക്ക് നടപ്പന്തലിൽ കയറിയതും. അന്ന് ആ തണുപ്പിൽ അവളുടെ തോളോട് ചേർന്ന് നിൽക്കുമ്പോൾ ദേവ് ആദ്യമായി അവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവൾക്ക് ഓർമ്മയുണ്ട്. മൈഥിലി, നീ എവിടെ പോയാലും ഞാൻ നിന്നെ ഒപ്പം കൂട്ടും. എന്നിട്ടെന്തേ ആ വാക്ക് പാലിക്കപ്പെട്ടില്ല? ബാംഗ്ലൂരിലേക്ക് ഉന്നത പഠനത്തിനായി പോകുമ്പോൾ അവർ പരസ്പരം വീണ്ടും കാണാമെന്ന് കരുതുകയും വാക്ക് നൽകുകയും ചെയ്തതാണ്. പക്ഷേ ആദ്യത്തെ ഏതാനും മാസങ്ങൾക്ക് ശേഷം എവിടെയോ വെച്ച് കമ്മ്യൂണിക്കേഷൻ മറിഞ്ഞു. ഫോൺ നമ്പറുകൾ മാറി, സാഹചര്യങ്ങൾ മാറി. ദേവിന്റെ ജീവിതത്തിൽ വലിയ എന്തോ സംഭവിച്ചു എന്ന് അവൾ അറിഞ്ഞിരുന്നു. പക്ഷേ അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പിന്നീടങ്ങോട്ട് പരസ്പരം കാണാതെ സംസാരിക്കാതെ 5 വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവൻ മറ്റൊരാളാണ്. ആ പഴയ കുട്ടിത്തവും പ്രണയവും നിറഞ്ഞ കണ്ണുകൾക്ക് പകരം അവിടെയുള്ളത് കടുപ്പമുള്ള ഒരു അപരിചിതത്വം മാത്രമാണ്. വൈകുന്നേരം 5:30 ഓഫീസിലെ ആളുകൾ ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി. മൈഥിലി തന്റെ ലാപ്ടോപ്പിൽ പുതിയ ഡിസൈനിന്റെ പ്ലാൻ പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ചുറ്റുമുള്ള വെളിച്ചം കുറഞ്ഞു തുടങ്ങി. ഓഫീസിലെ പകുതിയിലധികം ലൈറ്റുകളും ഓഫായി. തന്റെ മേശപ്പുറത്തെ ഫയലുകൾ അടുക്കി വെച്ച് അവൾ എഴുന്നേറ്റ്. അപ്പോഴാണ് ഹരീഷിന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്ന ദേവിനെ അവൾ കണ്ടത്. അവൻ കയ്യിലിരുന്ന ഫയലുകളുമായി അവളുടെ കമ്പ്യൂട്ടർ ടേബിളിന് അടുത്തേക്ക് വന്നു. അവന്റെ ഓരോ ചുവടിലും അവളിൽ ഒരു സമ്മർദ്ദം നിറഞ്ഞു. ഇത് നിന്റെ ആദ്യത്തെ ദിവസത്തെ വർക്കാണോ? അവൻ മേശപ്പുറത്തിരുന്ന പ്രിന്റ് ഔട്ടിലേക്ക് വിരൽ ചൂണ്ടി. അതെ സാർ, ഹരീഷ് സാർ പറഞ്ഞ ലേഔട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തിയതാണ്. ആർക്കോഡിന്റെ ലിവിംഗ് റൂമിലെ നാച്ചുറൽ ലൈറ്റിംഗ് കൂട്ടാനായി. അവൾ വിശദീകരിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ അവളുടെ വാക്കുകൾ തടഞ്ഞു. എനിക്ക് തിയറികൾ കേൾക്കണ്ട മിസ് മൈഥിലി. അവൻ ഫയൽ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഈ ഗ്ലാസ് പാനലില് ഇത്രയും വലുപ്പത്തിൽ വെച്ചാൽ സൗത്ത് വെസ്റ്റ് കാറ്റിൽ സ്ട്രക്ചർ സ്ട്രെസ് കൂടും. പ്രാക്ടിക്കൽ നോളജ് കുറവാണ്. ബാംഗ്ലൂരിൽ നിന്നും പഠിച്ച പുസ്തകത്തിലെ അറിവുകൾ ഇവിടെ എറണാകുളത്തെ അന്തരീക്ഷത്തിന് ചേരുന്നതല്ല. അവന്റെ ശബ്ദത്തിലെ പരിഹാസം അവളെ വേദനിപ്പിച്ചു. സാർ, ഞാൻ വെറുതെ ഒരു ഐഡിയ വെച്ചതല്ല. ഇതിന്റെ ലോഡ് കാൽക്കുലേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് 10 മിനിറ്റ് തരൂ, ഞാൻ തെളിയിക്കാം. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേവ് ഒരു നിമിഷം നിശബ്ദനായി. അവളുടെ ആത്മവിശ്വാസത്തോടെയുള്ള ആ നോട്ടം അവന്റെ മനസ്സിലെവിടെയോ പഴയ ഓർമ്മകളെ തൊട്ടുണർത്തിയതുപോലെ തോന്നി. ആ കണ്ണുകളിലെ പിടിവാശിയും പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അവൻ സാവധാനം അവളുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി വെച്ചു. അവർക്കിടയിലുള്ള അകലം വളരെ കുറഞ്ഞു. അവന്റെ കട്ടി കൂടിയ പെർഫ്യൂമിന്റെ സുഗന്ധം അവളുടെ നാസാരന്ധ്രങ്ങളിൽ നിറഞ്ഞു. തടഞ്ഞുവെച്ച ഏതോ വികാരം അവന്റെ കണ്ണുകളിൽ മിന്നിമറിഞ്ഞു. നീ പഴയതുപോലെ തന്നെയാണല്ലോ. അവൻ ശബ്ദം വളരെ താഴ്ത്തി. മറ്റാരും കേൾക്കാത്ത രീതിയിൽ പറഞ്ഞു. എപ്പോഴും താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 തെളിയിക്കാൻ നടക്കും. പക്ഷേ മൈഥിലി, നീ ചില കാര്യങ്ങൾ തെളിയിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ തോറ്റുപോകുന്നത്. അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഞാനിവിടെ തോൽക്കാൻ വന്നതല്ല ദേവ്. ഐ മീൻ സാർ, അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അത് സമയം തീരുമാനിക്കും. അവൻ ആ ഫയൽ മേശപ്പുറത്തേക്ക് തിരികെ വെച്ചു. ഈ തിരുത്തലുകൾ നാളെ രാവിലെ 9 മണിക്ക് മുൻപ് എൻ്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് മറ്റു വർക്കുകളിലേക്ക് കടക്കാവൂ. അത്രയും പറഞ്ഞ് അവൻ തിരികെ നടന്നു. അവൻ തനിക്ക് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അവന്റെ വലതു കൈയിലെ മടക്കി വെച്ച ഷർട്ടിന്റെ കൈക്കിടയിലൂടെ മൈഥിലി ഒരു കാര്യം ശ്രദ്ധിച്ചു. അവന്റെ കൈത്തണ്ടയിൽ ചെറിയൊരു തഴമ്പ് പോലെയുള്ള മുറിവിന്റെ പാട്. പണ്ട് അവിടെ അങ്ങനെ ഒരു പാടുണ്ടായിരുന്നില്ല. എന്താണ് ആ 5 വർഷത്തിനിടയിൽ അവന് സംഭവിച്ചത്? ദേവ് തന്റെ വലിയ ഓഫീസ് മുറിയിലേക്ക് കയറി വാതിലടച്ചു. മൈഥിലി അവിടെ തന്നെ നിന്നു. ഓഫീസിൽ നിന്നും തണുത്ത എയർ കണ്ടീഷണറിന്റെ കുഴൽ മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ താഴെ നഗരത്തിൽ സന്ധ്യ വെളിച്ചം പടർന്നു തുടങ്ങിയിരുന്നു. തങ്ങൾക്കിടയിൽ പടർന്നു തുടങ്ങിയ ഈ അപരിചിതത്വത്തിന്റെ മതിൽ എത്രത്തോളം ശക്തമാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ആ മതിലുകൾക്ക് പിന്നിൽ അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയാതെ തനിക്ക് ഇവിടെ നിന്നും മടങ്ങിപ്പോകാൻ കഴിയില്ല.
അവൾ തന്റെ ലാപ്ടോപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തു. രാത്രി എത്ര വൈകിയാലും വേണ്ടില്ല, ആ തിരുത്തലുകൾ വരുത്തിയിട്ടേ ഇന്ന് വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്നവൾ ഉറപ്പിച്ചു. ഹാളിന്റെ അപ്പുറത്ത് തന്റെ ക്യാബിനിലെ ഇരുണ്ട വെളിച്ചത്തിലിരുന്ന് ഗ്ലാസ് ഭിത്തിയിലൂടെ പുറത്ത് കമ്പ്യൂട്ടറിന് മുന്നിൽ തലകുനിച്ചിരിക്കുന്ന മൈഥിലിയെയാണ് ദേവ് നോക്കിക്കൊണ്ടിരുന്നത്. അവന്റെ വിരലുകൾ മേശപ്പുറത്ത് അമർന്നു. നീ എന്തിനാണ് മൈഥിലി വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നത്? നിന്നെ വെറുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയം വീണ്ടും പഴയതുപോലെ തളർന്നു പോകുന്നത്? അവൻ കസാരയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് കണ്ണടച്ചു കളഞ്ഞു. അവർക്കിടയിൽ പെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരു വലിയ മഴയുടെ തുടക്കം മാത്രമായിരുന്നു അത്. തുടരും.